നമുക്ക് ഗരം മസാല വറുത്ത് പൊടിക്കാനായിട്ട് ഞാൻ കൂടുതൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചാണെങ്കിൽ നമുക്ക് പച്ചക്ക് ചെയ്യാം. ഇതിപ്പം കുറച്ച് നാളത്തേക്ക് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് കറുവപ്പട്ട ഇത്തിരി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഇത് ചെറുജീരകം, ജാതിക്ക, ജാതിപത്രി. ജാതിക്ക ഒന്നും അധികം കൂടുതലായി നമ്മൾ എടുക്കുന്ന പെരുംജീരകത്തിൻ്റെ അളവിനനുസരിച്ച് വേണം. എന്താണെന്ന് വെച്ചാൽ കൂടുതലായ കയ്ക്കും. അപ്പം പെരുംജീരകം കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ആ കയ്പ്പ് ഒന്ന് ബാലൻസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നു ജാതിക്ക, ജാതിപത്രി, ഉലുവ. ഈ ഉലുവ കൂടിയാൽ കഴിക്കും കേട്ടോ. അപ്പം നമ്മൾ ഉലുവ അധികം ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ഉലുവ, കസ്കസ്, പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളക്, കറയാമ്പ്. ഈ കറയാമ്പും അധികം എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ കറയാമ്പിന് ഒരു കുത്തലുണ്ട്. അപ്പം അത് കൂടിപ്പോയാൽ ആ കുത്തൽ ടേസ്റ്റ് നിൽക്കും. അപ്പം നമ്മുടെ മസാലയ്ക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറയാമ്പും നമ്മൾ കുറക്കേണ്ടത് ഉലുവ. ഇത് രണ്ടുമാണ് ക്വാണ്ടിറ്റി നമ്മളൊന്ന് കുറച്ച് എടുക്കേണ്ടത്. പിന്നെ എടുത്തിരിക്കുന്നതാണ് കുരുമുളക്, ഏലക്ക, പിന്നെ തക്കോലം, പെരുംജീരകം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് കേട്ടോ മസാല പൊടിക്കുമ്പോൾ. എത്ര എടുക്കുന്നത്, ഏറ്റവും കുറവ് എടുക്കേണ്ടത് ഉലുവയും കറയാമ്പും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി സാധനങ്ങൾ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. കുരുമുളക് അധികം വേണ്ട മസാലയ്ക്ക്. ആ എരിവ് എപ്പോഴും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് എടുത്താൽ. ഞാൻ ഇത്രയും പെരുംജീരകം എടുത്തിട്ടുണ്ട്, അധികം ഉണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് കറക്റ്റ് അളവ് ഗ്രാം കണക്ക് പറയാനായിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള അളവ് അറിയില്ല. ഞാൻ എടുക്കുന്ന അളവ് അനുസരിച്ചാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇപ്പം ഏകദേശം കാണുമ്പോൾ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഇപ്പം ഇത് എന്തോരം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. കണ്ടോ? ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിക്കണം, കല്ലിലൊന്ന് ഉടച്ചെടുക്കാം ചൂടാക്കുന്നതിന് മുമ്പ്. പിന്നെ ചെയ്യേണ്ടത് ഏലക്ക, അതൊന്ന് ചൂടാക്കിയ ശേഷം ചെയ്താൽ മതി. ഏലക്ക ഒന്ന് തൊലി കളഞ്ഞ് അതിൻ്റെ കുരുക്കൾ മാത്രം എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊണ്ട് നമുക്ക് മസാലയിൽ പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. തൊണ്ടിൽ ഇത് അതും ഇതൊക്കെ കയറാതിരിക്കാൻ വേണ്ടി മരുന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ തൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനൊരു രുചിയൊന്നും ഇല്ലാത്തതല്ലേ. അപ്പം നമുക്കത് ഉള്ളിലുള്ളത് മതി. അപ്പോൾ അതിൻ്റെ കുരു മാത്രം എടുത്താൽ മതി. പിന്നെ ബാക്കി ഇതെല്ലാം നമുക്ക് വറുക്കാം. ഇതൊന്ന് ചതക്കണം, പിന്നെ ഇതിൻ്റെ ഒരു തൊണ്ട് കളഞ്ഞെടുക്കണം. ബാക്കിയെല്ലാം പിന്നെ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെ കാമ്പ് മാത്രം നമുക്കൊന്ന് ഒരു ഇടിച്ചിട്ട് അതിനൊന്ന് പതുക്കെ ഒന്ന് ചതച്ചിട്ട് വറുക്കുന്നതിലേക്ക് ഇടാം. നമുക്ക് ഗരം മസാല വറുക്കാം. മസാല പൊടിക്കുന്നതിന് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് വറുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കുവാണ്. വറുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് ആദ്യം പെരുംജീരകമാണ് ചേർക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു അരിയുണ്ട്. ഈ ജീരകത്തിൻ്റെ അകത്തൊരു അരിയുണ്ട്. അപ്പം അതിങ്ങനെ റബ്ബർ പോലെ ഇരിക്കും. അപ്പം അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ തീ കുറച്ചോട്ടെ.
അത് നന്നായിട്ട് പൊടിഞ്ഞിടണമെങ്കിൽ ഇതും നന്നായിട്ടൊന്ന് ചൂടാവണം. ഇത് വെച്ച് കരിഞ്ഞു പോകുകയല്ല വേണ്ടുന്നത്, ഒന്ന് ചൂടാകണം. ആ ഒരു റബ്ബർ മാറിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഒടിഞ്ഞ് കിട്ടുന്ന പാകത്തിലായി കിട്ടിയാൽ മതി. അപ്പം ആദ്യം ഞാൻ പെരിഞ്ചീരകമാണ് ഇടുന്നത്. അതൊന്ന് നന്നായിട്ട് വറുക്കട്ടെ കേട്ടോ. ചെറിയ തീയിലിട്ട് ചൂടാക്കിയാൽ മതി. പെരിഞ്ജീരകം ഇത്തിരി കൂടിയെന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. പെരിഞ്ജീരകം കൂടുന്നതും മറ്റുള്ള ഏതെങ്കിലും ഇപ്പോൾ കറിയാമ്പ് കൂടിയാലോ എന്താ ഉലുവ കൂടിയാലോ അതിൻ്റെ കയ്പുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് പൊക്കോളും. കയ്പ് കുത്തൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെരിഞ്ജീരകം കൂടുതൽ ചേർക്കുന്നത്. ഒന്ന് ചൂട് കയറിയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിലേക്ക് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഞാനതൊന്ന് പതുക്കെ ചതച്ചിട്ടുണ്ട്, ആ ഒരു കട്ടിയുള്ള അതിൻ്റെ തൊലി കഷ്ണമൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. അത് പൊടി ആദ്യം ഇടണ്ട, പൊടിച്ച് കൊണ്ട് പൊടികളുണ്ട്, അപ്പോൾ അതിൻ്റെ പീസുകൾ ആദ്യം ഇട്ട് കൊടുക്കാം. പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വല്ലാതെ മൂത്ത് പോവും. പൊടിയെല്ലാം കരിഞ്ഞു പോവും. കറുവപ്പട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കോലം ചേർത്ത് കൊടുക്കാം. കണ്ടോ? പിന്നെ നമുക്കിതിലേക്ക് ചെറുജീരകം, ജാതിക്ക, ജാതിപത്രി, ഉലുവ, അതൊക്കെ ഉള്ളിലേക്കൊന്ന് ചൂട് കയറണമെങ്കിലേ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതാണ്. പിന്നെ നമുക്കിടേണ്ടത് ഏലക്ക, കുരുമുളക്, കറിയാമ്പ് ഇട്ട് കൊടുക്കാം.
ഏലക്ക മുഴുവനോടെ ഇടണം കേട്ടോ ആദ്യം. അത് കഴിഞ്ഞ് ചൂട് കയറിയ ശേഷം മാത്രം അതിൻ്റെ പത്രി പൊളിച്ചെടുത്താൽ മതി, പൊളിച്ച് ഇതിലിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ പത്രി വല്ലാതെ മൂത്ത് പോയി കരിവും. നേരെ തീയിൽ വെച്ചാൽ മതി കേട്ടോ. തീ കൂടിക്കഴിഞ്ഞാൽ കരിയും. കൂടുതൽ മൂത്താ കൊള്ളില്ല. അപ്പം ഇനി നമുക്കിതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇത് ഓഫ് ചെയ്യാം. ചട്ടിയിലെ ചൂടിലിരുന്ന് ഒന്ന് ചൂട് കയറിയാൽ മതി. നമുക്കിതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട ആ പൊടിച്ച പൊടി ഉണ്ടായല്ലോ അതും ചേർത്ത് കൊടുക്കാം. ഇതെങ്ങനെയാ ചട്ടിയിലെ ചൂടിലിരുന്ന് ബാക്കി മൂക്കാനുള്ളതൊക്കെ മൂത്തോളും. കൂടുതൽ തീയിൽ വെക്കണ്ട. മൂപ്പ് കൂടിപ്പോയാലും അതിൻ്റെ ടേസ്റ്റ് മാറും. ഏലക്കയൊക്കെ ഇതിൻ്റെ ചൂടിലിരുന്ന് അങ്ങ് ഉള്ളിൽ അതിൻ്റെ ഉള്ളിലെ കുരു ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് മൂക്കട്ടെ. ഈ ചൂടിൽ തന്നെ അങ്ങനെ ഇരുന്ന് മൂക്കട്ടെ. മൂടി വെക്കരുത് കേട്ടോ. തുറന്ന് തന്നെ ഇരുന്ന് അതിൻ്റെ ആവി പോണേ. ചൂട് തുറന്ന് തന്നെ ഇരുന്ന് ചൂട് പോകണം. ഇതങ്ങനെ ഇരുന്ന് ചൂട് മാറട്ടെ. കുറച്ച് കഴിയുമ്പോൾ ചൂട് ഒരു 3/4 ഭാഗം ചൂട് പോയ ശേഷം നമുക്ക് ഇതിൻ്റെ ജാതിക്കയുടെ തൊണ്ട് കളഞ്ഞ അതിൻ്റെ കുരുവിനെ പുറത്തെടുക്കാം. അതുവരെ ഇങ്ങനെ ഈ ചൂടിൽ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ഇറച്ചിക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മസാലയാണ് കേട്ടോ. അത് ഇറച്ചിക്കറി അങ്ങനെ മാംസ്യാഹാരത്തിന് ഇടുന്ന, മുട്ടക്കറിക്ക് ഇടാം, അതിലേക്ക് ഇടുന്ന ഗരം മസാലയുടെ കൂട്ടാണ് കേട്ടോ ഇത്. നമുക്ക് ഇതിപ്പം ആറിയിട്ടുണ്ട്. ഏലക്ക എല്ലാം ഞാൻ വിടിയിച്ച് അതിൻ്റെ കുരു ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടൊക്കെ നന്നായി ആറിയിടുന്നുണ്ട്. നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലാണ് പൊടിക്കുന്നത്. ഇത് പൊടിച്ച് ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ. ഇത് മൊത്തം ഞാൻ അതുപോലെ അരിച്ചെടുക്കാൻ പോവാണ്, പൊടിച്ച് അരിച്ചെടുക്കാൻ പോവാണ്. കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിന് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഇതുപോലെ ഒന്ന് ചൂട് കയറ്റി എല്ലാവരും മസാല പൊടിച്ച് സ്വന്തമായിട്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കലായിട്ടുള്ള ഒരു ദോഷങ്ങളും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ.
കണ്ടോ? അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവരോടും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരോടും വളരെ നന്ദി കേട്ടോ. താങ്ക് യു.